പൊതുഗതാഗത ചരിത്രത്തിൽ വിപ്ലവാത്മകമായ മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ട് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതി തിങ്കളാഴ്ച മുതൽ യാഥാർത്ഥ്യമാകും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകുന്ന ബസ്സുകൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാനായി പ്രിയദർശിനി എന്ന പ്രത്യേക സ്റ്റിക്കർ പതിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ചരിത്രപരമായ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 15 രാവിലെ 8:30 തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ ബസ്സിലെ ആദ്യ യാത്രികരാകും. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രഖ്യാപനമെന്നോണം ആദ്യ സർവീസ് നടത്തുന്ന ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കുമെന്ന പ്രത്യേകതയുണ്ട്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം രാവിലെ 8:30 മുതലായിരിക്കും സാധാരണക്കാരായ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ ആനുകൂല്യം ലഭ്യമാകുക. ലാഭനഷ്ടങ്ങളുടെ കേവല കണക്ക് പുസ്തകത്തിൽ ഒതുക്കി ചുരുക്കി കാണേണ്ട ഒന്നല്ല ഈ പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കി. യാത്രയ്ക്കായി മാറ്റിവെക്കുന്ന തുക ലാഭിക്കാൻ കഴിയുന്നതിലൂടെ സ്ത്രീകളുടെ യഥാർത്ഥ കൂലി വരുമാനത്തിൽ വർധനവുണ്ടാവുകയാണ് ചെയ്യുന്നത്. സ്ത്രീകൾ വിപണിയിൽ മിച്ചം വയ്ക്കുന്ന ഈ പണം മറ്റു മേഖലകളിലേക്ക് ഒഴുകിയെത്തുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിന് വലിയ രീതിയിൽ ഉത്തേജനം നൽകും. KSRTCയുടെ പക്കലുള്ള ആകെ ബസ്സുകളിൽ 68% ഓർഡിനറി ബസ്സുകളാണ്. ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയുള്ള ഗ്രാമവണ്ടികളിലുമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ടൗൺ ടു ടൗൺ ഉൾപ്പെടെ ഓർഡിനറി എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര ലഭ്യമാകുമെങ്കിലും സിറ്റി ഫാസ്റ്റ് സർവീസുകളിൽ ഈ ആനുകൂല്യം ലഭിക്കില്ല. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിലവിൽ 687 ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി തികച്ചും ലളിതവും നിബന്ധനകളില്ലാത്തതുമായ രീതിയിലാണ് കേരളത്തിൽ ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. യാത്ര ചെയ്യുന്നതിനായി യാതൊരുവിധ പ്രത്യേക കാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ മുൻകൂർ രജിസ്ട്രേഷനോ തിരിച്ചറിയൽ രേഖകളോ ആവശ്യമില്ല. എല്ലാ വനിതകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും തടസ്സമില്ലാതെ ബസ്സിൽ കയറി യാത്ര ചെയ്യാം. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ പ്രതിദിനം 2 കോടിയിലധികം രൂപയുടെ അധിക ചെലവാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ സാമ്പത്തിക ബാധ്യത KSRTCയുടെ ചുമലിൽ കെട്ടിവയ്ക്കില്ലെന്നും സർക്കാർ ഗ്രാന്റായി തുക നേരിട്ട് അനുവദിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. പദ്ധതിയുടെ ദൈനംദിന ചെലവുകളും യാത്രക്കാരുടെ കൃത്യമായ കണക്കും തിട്ടപ്പെടുത്താനായി യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും തുക ഈടാക്കാതെ സീറോ ടിക്കറ്റ് കണ്ടക്ടർമാർ വിതരണം ചെയ്യും. KSRTCയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശക്തമായ ബദൽ മാർഗങ്ങളും ഗതാഗത വകുപ്പ് ആവിഷ്കരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ബസ്സുകളിൽ പരസ്യ വരുമാനം കൂട്ടുകയും കോർപ്പറേറ്റ് താൽപ്പര്യമുള്ളവർക്കായി ബസ്സുകളുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കുകയും ചെയ്യും. ആർക്ക് വേണമെങ്കിലും KSRTCക്ക് ബസ്സുകൾ വാങ്ങി സ്പോൺസർ ചെയ്യാവുന്നതാണ്. ഇതിനോടകം തന്നെ പലരും ബസ്സുകൾ സ്പോൺസർ ചെയ്യാൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള ഗതാഗത വികസനത്തിന് ഊന്നൽ നൽകും. നിലവിലുള്ള 58 ഗ്രാമവണ്ടികളുടെ എണ്ണം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 500 ഉയർത്താനാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ ഡിപ്പോകളുടെ വികസനത്തിനായി ജനകീയ പങ്കാളിത്തത്തോടെ MPമാർ, MLAമാർ എന്നിവരെ ഉൾപ്പെടുത്തി ഡിപ്പോ വികസന സമിതികൾ രൂപീകരിക്കും.